ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും ടൈറ്റിലും അതേപോലെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. MI ബാൻഡ് 5-ൻ്റെ നമ്മൾ ഇന്ന് അൺബോക്സിങ് റിവ്യൂയും പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും അവസാനം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഗിവ് എവേയുടെ ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും കാണുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് MI ബാൻഡ് 5 ആണ്. MI ബാൻഡ് 5 റിലീസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് MI ബാൻഡ് 4-ൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ലേ, ആ ദിവസമാണ് MI ബാൻഡ് 5 റിലീസ് ചെയ്തത്. അപ്പോൾ ആ ദിവസം തന്നെ ഞാൻ MI ബാൻഡ് 5-ൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ MI ബാൻഡ് 4 കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ 4 ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ കുറേ വീഡിയോസ് കയ്യിൽ വന്ന കാരണം 5 ഇടാൻ മറന്നു. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണ്. അപ്പോൾ നാട്ടിൽ വെച്ചാണ് കുറച്ച് 5-ൻ്റെ വീഡിയോ ഇട്ടില്ല. 5-ൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ 5-ൻ്റെ വീഡിയോ ഇടാൻ പോകുന്നത്. ഞാൻ എന്തായാലും ഒരാഴ്ച 2 ആഴ്ച ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എന്തായാലും എന്താണ് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതേപോലെ ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഞാൻ നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയുടെ അകത്ത് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയുന്ന സമയത്ത് പറയാം അഡ്വാൻറ്റേജ് ഒക്കെ. അപ്പോൾ നേരെ അൺബോക്സിങ് കിടക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ബോക്സ് കണ്ടില്ലേ, ബോക്സിൻ്റെ പുറത്ത് സ്റ്റിക്കർ പോലെ MI ബാൻഡ് 5-ൻ്റെ കാണാം. അപ്പോൾ ഞാനിത് ബ്ലാക്ക് കളർ ബോക്സാണ്. എൻ്റെ മുമ്പത്തെ MI ബാൻഡ് 4-ൻ്റെ ബോക്സ് എനിക്ക് വൈറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. MI ബാൻഡ് 5 എനിക്ക് ബ്ലാക്കാണ് കിട്ടിയിരുന്നത്. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മൾട്ടി സ്പോർട്ട് മോഡ് ട്രാക്കിങ്ങും അതേപോലെ മാഗ്നറ്റിക് ചാർജർ. ബോക്സിൽ കിട്ടുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെയാണിത്. മാഗ്നറ്റിക് ചാർജറാണ്. പിന്നെ ഓൾ ഡേ സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 14 ഡേ ബാറ്ററി ലൈഫ്. ഇപ്പോൾ നിങ്ങൾ ബോക്സിൽ 14 ഡേ ബാറ്ററി ലൈഫ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ MI ബാൻഡ് 4-ൽ നമുക്ക് കിട്ടുന്നത് 20 ഡേയ്സ് ബാറ്ററി ലൈഫാണ്. എന്താ വെച്ചാൽ നമ്മുടെ MI ബാൻഡ് 5-ൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ സ്ലീപ്പ് ട്രാക്കിങ്ങും ഒക്കെ 24 hours വരുന്നേക്കാൾ നമുക്ക് ഇതിൽ 14 ഡേയ്സ് ബാറ്ററി ലൈഫ് കിട്ടണമല്ലോ. എൻ്റെ ടെസ്റ്റിലേക്ക് 14 ഡേയ്സ് ബാറ്ററി ലൈഫിൻ്റെ ഒരു 13 ദിവസം വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് 100%. ഓക്കെ, പിന്നെ മറ്റേ സെല് ചെയ്തിട്ടുള്ളത് നമുക്ക് 1.1 കളർ സ്ക്രീനാണ് കിട്ടിയിരിക്കുന്നത്. 1.1 കളർ സ്ക്രീന്. നമ്മുടെ MI ബാൻഡ് 4 നമുക്ക് 0.9 0.99 എത്രയാണ് നമുക്ക് സ്ക്രീൻ. ഇത് 1.1 കളർഫുൾ ഡിസ്പ്ലേയും അതേപോലെ വാട്ടർ റെസിസ്റ്റൻറ്റ് അപ് ടു 50 meters. എല്ലാ സ്വിമ്മിങ് സ്ട്രോക്ക് റെക്കഗ്നേഷനൊക്കെ ഉണ്ട് ഇതിൽ MI ബാൻഡ് 5-ൽ. പിന്നെ ഇവിടെ ഹാർട്ട് റേറ്റ് ആൻഡ് സ്ട്രെസ് മോണിറ്റർ ഉണ്ട്. ഹാർട്ട് റേറ്റ് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രെസ് മോണിറ്ററാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ ഫീമെയിൽ ഫിസിയോളജിക്കൽ സൈക്കിൾ റെക്കോർഡിങ്ങും ഓക്കെ, ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് ഇറക്കാം അല്ലേ. അപ്പോൾ ബോക്സ് നേരെ തുറക്കുമ്പോൾ ഇവിടെ ബാൻഡ് ഉണ്ട്. നമുക്കിവിടെ നമുക്ക് നമ്മുടെ മാഗ്നറ്റിക് ചാർജർ കിട്ടണം. ഓക്കെ, മാഗ്നറ്റിക് ബോക്സൊക്കെ സെയിം തന്നെ, അവൻ്റെ പാക്കിംഗ് ഒക്കെ സെയിം. മാഗ്നറ്റിക് ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ യൂസർ മാനുവൽ തന്നെ. ഓക്കെ, നമ്മൾ യൂസർ മാനുവൽ ഉണ്ട് ഇവിടെ. MI ബാൻഡ് 5-ൻ്റെ യൂസർ മാനുവൽ ഉണ്ട്. ഓക്കെ, അത് അവിടേക്ക് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ സൈഡിലിരിക്കട്ടെ. അത് നമുക്ക് ചാർജർ ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ചാർജർ ഞാൻ കഴിഞ്ഞ MI ബാൻഡ് 4-ൽ പറഞ്ഞു. ചാർജറിന് എനിക്ക് കേബിള് ക്വാളിറ്റി കുറവ് പോലെ തോന്നി. വേഗം കേടാവുന്നു. നമുക്ക് വേറെ മേടിക്കാനായിട്ട് കൂടുതൽ സാധ്യത ഉണ്ടാവും. പക്ഷേ ഇപ്പം ആ സമയത്ത് നമുക്കൊരു സോക്കറ്റിൻ്റെ ഉള്ളിൽ കിട്ടുന്ന പോലത്തെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് മാഗ്നറ്റിക്കാണ് കിട്ടുന്നത്. മാഗ്നറ്റിക് നല്ല ഉപയോഗം ഉണ്ടാവും. എന്താ വെച്ചാൽ നമുക്ക് ബാൻഡ് തുറക്കണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് അടിയിൽ കുത്തി വെച്ചാൽ നമുക്ക് നന്നായിട്ട് ചാർജിങ് ഫാസ്റ്റായിട്ട് നടക്കും. പിന്നെ വേഗം കേടാവാനും സാധ്യതയില്ല. USB-യുടെ മാഗ്നറ്റിക് ചാർജർ ഉണ്ട്. ഇവിടെ ഒരു അമ്മയുടെ ലോഗോ ഉണ്ട്. ഓക്കെ, അത് അടുക്കി വയ്ക്കാം. മാഗ്നറ്റിക് ചാർജർ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് നമ്മുടെ വാച്ചാണ് തുറക്കാം. ഓക്കെ, വാച്ച് എൻ്റെ ഓണായാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. എന്നാൽ ബ്രൈറ്റ്നസ് എന്തെങ്കിലും കൂട്ടാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരാഴ്ച 2 ആഴ്ച ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ബാൻഡ് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വാച്ച് ഫേസ് കിട്ടുന്നുണ്ട്. വാച്ച് ഫേസിൽ നമുക്ക് ആദ്യം തന്നെ കിട്ടും നമ്മുടെ സ്റ്റെപ്സും അതേപോലെ തന്നെ
നമ്മുടെ ഹാർട്ട് റേറ്റ് ആണ് കിട്ടുന്നത്. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെതർ കാണാം. വെതർ കാണാം. നമുക്ക് നല്ല ബ്രൈറ്റ്നെസ് കൂടിയെന്ന് തോന്നുന്നു. അത് തന്നെയാണ് നിങ്ങൾ ക്യാമറയിൽ ഇത്തിരി ബ്ലറായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് വെതർ കാണാം. അതിൻ്റെ അടിയിൽ സ്റ്റാറ്റസ് ഉണ്ട്. സ്റ്റാറ്റസിൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിസ്റ്റൻസ്, കലോറീസ്, ഐഡൽ അലേർട്സ്, ടുഡേ എത്ര, യെസ്റ്റർഡേ എത്ര. അപ്പോൾ ഇത് കണ്ട നമ്മുടെ Mi Band 4 എനിക്ക് ഞാൻ പറഞ്ഞു ആ വീഡിയോയിൽ, Mi Band 4 Mi Band 3 ഒരേപോലെ തന്നെയാണ്. പക്ഷേ ആകെ ഡിഫറൻസ് ഇതേപോലെ സ്റ്റാറ്റസും കാര്യങ്ങളും കാണിക്കുന്നതിൽ അവരുടെ ആപ്പിൻ്റെ ആ ഡിസൈൻ മാറ്റും. അതേപോലെ തന്നെ പിന്നെ എന്തൊട്ടാണ് ഡിഫറൻസ് തോന്നി, കളർ ഡിസ്പ്ലേ. ഇത് മാത്രമേ എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുള്ളൂ. അതേപോലെ ചാർജർ നമ്മൾ സോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന പോലത്തെ ഒരു ചാർജറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഹാർട്ട് റേറ്റ് കിട്ടുന്നുണ്ട്. കണ്ടില്ല, ഹാർട്ട് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ സ്ട്രെസ് ഉണ്ട്. നമ്മുടെ സ്ട്രെസ്സിൻ്റെ കണ്ടില്ലേ, സ്ട്രെസ് പുതിയതാണ്. ഇത് നമുക്ക് നല്ല ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബ്രീത്തിങ് ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ പോകുമ്പോൾ വർക്കൗട്ട്സ് നമുക്ക് കിട്ടേണ്ട ഔട്ട്ഡോർ റണ്ണിങ് ഉണ്ട്, ത്രെഡ്മിൽ ഉണ്ട്. പിന്നെ സൈക്ലിംഗ്, ഇൻഡോർ സൈക്ലിംഗ്, വാക്കിംഗ്, എൽപ്പിറ്റിക്കൽ, റോവിങ് മെഷീൻ, യോഗ, ജമ്പ് റോപ്പ്, പൂൾ സ്വിമ്മിങ്, ഫ്രീ സ്റ്റൈല്. ഓക്കെ, പിന്നെ ഇതിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കണ്ടില്ലേ, എവിടെയാണ്, ഇവിടെ അല്ലേ, കാരണം വാട്ടർ ഇസ് അപ് ടു 50 മീറ്റേഴ്സ്. അതേപോലെ തന്നെ സ്വിമ്മിങ് സ്ട്രോക്ക് റെക്കഗ്നേഷൻ, സ്വിമ്മിങ്ങിലാണ് നമുക്ക് സ്ട്രോക്ക് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അടിക്ക് പോകുമ്പോൾ എവിടെയാണ് നമ്മൾ നിർത്തി, വർക്കൗട്ട് വരും. പിന്നെ PAI ഉണ്ട്. PAI എനിക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്ന് എത്ര ചെയ്തു, യെസ്റ്റർഡേ എത്ര ചെയ്തു, വാക്കിംഗ് എത്ര കലോറീസ് ബേൺ ചെയ്തു, അതിൽ നമുക്ക് ഓരോ ഇങ്ങനെ റെക്കോർഡിങ് കിട്ടും ഇതിൽ. ഇപ്പോൾ നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അടിയിലേക്ക് പോകുമ്പോൾ മോറുണ്ട്. മോറിൽ നമുക്ക് DNDയിൽ കിട്ടും. നമുക്ക് DNDയിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. അതിൽ നമുക്ക് ഓട്ടോ ടേൺ ഓൺ, DND ഓഫ്, പിന്നെ കീപ്പ് DND ഓൺ 30 മിനിറ്റ്സ്, 1 അവർ, 2 അവർ, 3 അവർ, കസ്റ്റം. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് DNDയിൽ കിട്ടുന്നുണ്ട്. പണ്ട് അടിയിൽ പോകുമ്പോൾ നമുക്ക് അലാറം സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാമറ ഓപ്ഷൻ, ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഫോൺ ഒരു സ്ഥലത്ത് എടുത്തിട്ട് നമുക്ക് വാച്ചിൽ കൂടെ നമുക്ക് ക്യാമറയിൽ ഷട്ടർ ഓണും ഓഫും ചെയ്യാം. പിന്നെ അതിൻ്റെ അടിയിൽ പോകുമ്പോൾ നമുക്ക് മ്യൂസിക് കിട്ടുന്നുണ്ട്. അതിനടിയിൽ സ്റ്റോപ്പ് വാച്ചാണ് നമുക്കുള്ളത്. പിന്നെ ടൈമർ, ഫൈൻ ഡിവൈസ്, വേൾഡ് ക്ലോക്ക്, നല്ല ഉപകാരമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നാട്ടിലാണ്, അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ദുബായ് ടൈമിലാണ് ക്ലാസ്. അപ്പോൾ ഞാനിതിൽ നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ വാച്ചുമായി. അപ്പോൾ ദുബായിൽ എത്ര ടൈമാണ്, 11:08. ഇവിടെ നമുക്ക് 12:38. ഓക്കെ, അപ്പോൾ പിന്നെ മോറിൻ്റെ അടിയിൽ നമ്മൾ എവിടെയാണ്, ഓക്കെ, വേൾഡ് ക്ലോക്കിൻ്റെ അടിയിൽ നമുക്ക് ബാൻഡ് ഡിസ്പ്ലേയിൽ കണ്ടില്ലേ, ബാൻഡ് ഡിസ്പ്ലേ അവിടെ നിൽക്കട്ടെ. എൻ്റെ അടിയിൽ ഞാൻ ബാൻഡ് ഡിസ്പ്ലേ വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എൻ്റെ അടിയിൽ വേറെ സെറ്റിങ്സ് കാണാം, നല്ല ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാനും, അതേപോലെ ലോക്ക് സ്ക്രീനും ഉണ്ട്. പിന്നെ എൻ്റെ അടിയിൽ ഓട്ടോ സ്ക്രീൻ ഓഫും, അതേപോലെ തന്നെ എൻ്റെ അടിയിൽ എന്തൊട്ടാണ് കണ്ടില്ലേ, പ്രസ് ആൻഡ് ഹോൾഡ് വാച്ച് ഫേസ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഇവിടെ നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് ഫീച്ചർ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വാച്ച് ഫേസ് മാറ്റാം. നമ്മൾ ഫോണിൽ കൂടെ ഒരു വാച്ച് ഫേസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഇവിടെ കണ്ടോ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് മാറ്റാം. കണ്ടില്ലേ, അവിടെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് അടിക്കാക്കുമ്പോൾ നമുക്ക് വേറെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് വാച്ച് ഫേസ് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫോണിൽ കൂടെ ഒരു വാച്ച് ഫേസ് നമ്മുടെ വാൾപേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഗാലറിയിൽ നിന്നൊക്കെ നമ്മൾ മാറ്റിയാൽ നമുക്ക് ഇവിടെ നമുക്ക് ആ ഫോട്ടോയിൽ നമ്മൾ എന്തോരം സേവ് ചെയ്താൽ അതവിടെ സേവ് ചെയ്യും. പിന്നെ നമ്മൾ ഫോണിൽ കൂടെ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണ്ട, നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെറുതെ ഒന്ന് ടാപ്പ് ചെയ്താൽ അത് അവിടെ അപ്ലോഡ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ തന്നെ കുറേ ബാൻഡ് ഡിസ്പ്ലേസ് കിട്ടും. എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, ഈ ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ്, മീൻസ് ഒരു വാച്ച് ഫേസ് ആണ് ഡിസ്പ്ലേ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റിങ്സ് അമർത്തിയാൽ കണ്ടില്ലേ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാറ്റാം. നമുക്ക് സൺറൈസോ എങ്ങനെ വേണ്ടത് നമുക്ക് മാറ്റാം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് അതേപോലെ മാറ്റാം. കണ്ടില്ലേ,
അതേപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമ്മുടെ ബാൻഡിൻ്റെ ഉള്ളിൽ തന്നെ. അതേപോലെ നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ പഴയ ബാൻഡ് ഫോണിൽ Mi Band 4 നമുക്ക് കുറേ ചൈനീസ് വാൾപേപ്പേഴ്സാണ്. പക്ഷേ MI Fit ആപ്പിൽ ഇപ്പോൾ നമുക്ക് MI ബാൻഡിൻ്റെ MI Fitൻ്റെ ആപ്പിൽ നമുക്ക് ഇത്രയും ക്ലാസിക് ആയിട്ടുള്ള ഇത്തിരി അടിപൊളി ഒരു വാച്ച് ഫേസസ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ബാൻഡ് ഉള്ളിൽ നമ്മൾ ഓൺ ചെയ്ത് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ചാർജർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ബാൻഡ് തുറന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ബാൻഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെയിം തന്നെ, അധികം ഡിഫറൻസിൽ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഇത് ചാർജർ വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് Mi Band 4 എടുക്കാം. നമുക്കപ്പോൾ എത്ര ഡിഫറൻസാണ് നമുക്ക് തോന്നുന്നത് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ Mi Band 4, ഇവിടെ നിന്ന് നമ്മുടെ Mi Band 5 ആണ്. ഓക്കെ, Mi Band 4ഉം 5ലും നമുക്ക് കാണുന്ന ഡിഫറൻസ് തന്നെയാണ്. Mi Band 4 ഇത്രയും സ്ട്രെയിറ്റും, അതേപോലെ നമ്മുടെ Mi Band 5 ഇത്തിരി കേർവ്ഡ്, നമ്മുടെ Mi Band 3യുടെ അത്രയും കേർവ്ഡ് അല്ല, പക്ഷേ Mi Band 4ൻ്റെ ഉള്ളിൽ ഇത്രയും കേർവ്ഡാണ് നമ്മുടെ സൈഡിലൊക്കെ. പിന്നെ അതേപോലെ നമ്മുടെ ബാക്കിലേക്ക് പോകുമ്പോൾ ഇത്രയും തിക്കായിട്ടാണ് നമ്മുടെ Mi Band 5 ഇരിക്കുന്നത്. കണ്ടില്ലേ, Mi Band 5 Mi Band 4ൻ്റെ ഉള്ളിൽ ഇത്രയും തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് Mi Band 4ൻ്റെ സ്ട്രാപ്പ് Mi Band 5ൽ വെച്ചോ? ഇല്ല, പറ്റില്ല. പറ്റും, പക്ഷേ അത് ടൈറ്റായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വാച്ചിനകത്ത് ഇത്തിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ സെൻസേഴ്സ് വരുന്നുണ്ട്. അതിൽ മാഗ്നറ്റ് കണ്ടോ, സെയിം സാധനമാണ്. പക്ഷേ ഞാൻ നോക്കി Mi Band 4, പക്ഷെ അത് മാഗ്നറ്റ് അട്രാക്റ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മുടെ Mi Band 5 ഉണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ അടുത്ത് വെക്കുമ്പോൾ സാധനം അട്രാക്റ്റായിട്ട് ചാർജിങ് തുടങ്ങും. അപ്പോൾ നമ്മുടെ Mi Band 5 കണ്ടില്ലേ, നമ്മുടെ Mi Band 4 Mi Band 4 Mi Band 5 കൊണ്ട് വയ്ക്കാം. രണ്ടും വരെ പറയും. എനിക്ക് MI ബാൻഡൊക്കെ കാണാം, ബ്രൈറ്റ്നെസ് നല്ല കൂടിയിരിക്കുക. ഓക്കെ, കണ്ടില്ലേ, ഡിസ്പ്ലേയിലും ഡിഫറൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കണ്ടില്ലേ, നമുക്ക് ഇന്ന ഡിസ്പ്ലേയുടെ സൈസ് അതിൽ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ Mi Band 5 കണ്ട ഫുൾ ഡിസ്പ്ലേ പോലെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ Mi Band 5 അവിടെ ഇരിക്കട്ടെ, Mi Band 4 അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ബാക്കിൽ വെച്ച് പറയാച്ചാൽ നമ്മുടെ Mi Band 5 ഓഫ്കോഴ്സ് വാട്ടർ പ്രൂഫാണ്. ഓക്കെ, ഓഫ്കോഴ്സ് അത് വാട്ടർ പ്രൂഫാണ്. അയ്യോ, വെള്ളം പോയാ. ഓക്കെ, കണ്ടില്ലേ, വാട്ടർ പ്രൂഫാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം Mi Band 5ൽ Mi Band 4ൽ നമുക്ക് എന്തായാലും ഇഷ്ടമായ ഒരു പാട്ടാണ്. Mi Band 5 നമ്മൾ എന്തായാലും വാട്ടർ പ്രൂഫാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടെസ്റ്റ് ചെയ്ത് പോയി, ഞാൻ വെള്ളം എത്ര മാറ്റിൽ പോയി, അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റിയിടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എല്ലാ Mi ബാൻഡുകളും നമുക്ക് എന്തായാലും ഷുവറാണ് അത് വാട്ടർ പ്രൂഫാണ്. എല്ലാ MIയുടെ ബാൻഡുകളും ഇതും അതേപോലെ വാട്ടർ പ്രൂഫ് തന്നെ 50 മീറ്റേഴ്സ് വരെ. പിന്നെ പറയാച്ച ഇതിൻ്റെ തിക്നെസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് എനിക്ക് ഇത്രയും സേഫ്റ്റി തോന്നി. എന്താ വെച്ചാൽ Mi Band 4ൽ എനിക്ക് വേഗം സ്ക്രാച്ചസ് ഒക്കെ വന്നു, പക്ഷേ Mi Band 5ൽ എനിക്ക് അധികം തോന്നിയില്ല. Mi Band 5 Mi Band 4 ഒരേ പ്രൈസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് Mi Band 5 മേടിക്കണോ Mi Band 4 മേടിക്കണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയുടെ അവസാനം തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാ മേടിക്കേണ്ടതെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞേക്കാം Mi Band 5 തന്നെ മേടിക്കേണ്ടത് നല്ലത്. എന്താ വെച്ചാൽ Mi Band 4 Mi Band 3 ആകെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ട് ഈ കളർ ഡിസ്പ്ലേയിൽ മാത്രം. പക്ഷേ അതേപോലെ തന്നെ സെയിം പ്രൈസിൽ തന്നെയാണ് നമ്മുടെ Mi Band 5ഉം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മേടിച്ച പ്രൈസ് എന്ന് പറയുന്നത് 99 dirhams ആണ്. ഇപ്പോൾ അതിനാണ് കുറവായെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും ലോവസ്റ്റ് പ്രൈസിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. പിന്നെ അതേപോലെ നമ്മൾ നോക്കാം, ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടിയത്. പക്ഷേ എനിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നിയത് നമ്മുടെ ലോക്ക് സ്ക്രീൻ ഇല്ല, മീൻസ് പിൻ കോഡ് അമർത്തിയിട്ടില്ല. നമ്മുടെ Mi Band 4ൽ കിട്ടുന്ന പോലത്തെ നമ്മുടെ ലാബ് അമർത്തിയ സാധനം ഇല്ല. നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ആ സാധനം നമ്മുടെ വാച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോയാൽ പിന്നെ എടുക്കുമ്പോൾ നമുക്കവിടെ നമ്മുടെ ഇത് ലോക്ക് ഇടണം. ആ സാധനം ഇല്ല. അതെനിക്ക് എന്താ വില അപ്ഡേറ്റിൽ കൊണ്ടുവരാമെന്ന് അറിയില്ല, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അതെനിക്കാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ബാക്കി എല്ലാ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിൻ്റെ ഈ ഗ്ലാസും ഇത്രയും നല്ല ക്വാളിറ്റിയിലെ ഗ്ലാസും അതേപോലെ റേസ്റ്റ് വ്യൂവും. അതേപോലെ നമുക്കറിയാം നമ്മുടെ Mi Band 4 തന്നു എന്താണ് നമ്മളിങ്ങനെ അടയ്ക്കുമ്പോൾ സാധനം ഓഫ് ആവുന്നുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അത് വാച്ചിലിടുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സാധനം ഇങ്ങനെ ഓഫാവും. പിന്നെ അതേപോലെ നമ്മൾ ഡിറ്റക്ട് ആക്ടിവിറ്റി ഉണ്ട്, നമ്മൾ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ പിന്നെ സ്വിമ്മിങ്ങിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് സ്ട്രോക്ക് റെക്കഗ്നേഷനും അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ 14 days ബാറ്ററി ലൈഫ് മാത്രമേ ഉള്ളൂ. അതെനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി.
ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എന്തോന്നും Mi Band 4ൻ്റെ കളും നല്ലൊരു ബാൻഡാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ബാൻഡ് മേടിക്കണം, Mi Band 4 ആണോ മേടിക്കുന്നത്, Mi Band 5 ആണോ മേടിക്കുന്നത്, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയും Mi Band 5 തന്നെ മേടിക്കേണ്ടതെന്ന്. എന്താ വെച്ചാൽ കൂടുതൽ ഫീച്ചേഴ്സും അതേപോലെ തന്നെ അടിപൊളി ലുക്കൊക്കെ ആയിട്ടാണ് നമ്മൾ Mi Band 5 വരുന്നുണ്ട്. പ്രൈസിനും അധികം ഡിഫറൻസ് ഇല്ല, സെയിം പ്രൈസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് Mi Band 5. അപ്പോൾ ഞാൻ എത്തേക്ക് നാളായിട്ട് കണ്ടുപിടിച്ച ഡിഫറൻസും അതേപോലെ എത്തേക്ക് ഫീച്ചേഴ്സും നമ്മുടെ അൺബോക്സിങ് ചെയ്തു. ഇപ്പോൾ റിവ്യൂ പറയാച്ചാൽ Mi Band 5 ആണ് ബെറ്റർ Mi Band 4ൻ്റെ കളും. പിന്നെ പ്രൈസ് പറയാച്ചാൽ ഞാൻ മേടിച്ചത് 99 dirhams ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം, ലോവസ്റ്റ് പ്രൈസ്. പിന്നെ നമ്മുടെ ഒരു ഫീച്ചർ എന്ന് പറയാച്ചാൽ നമ്മളിപ്പോൾ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വാച്ച് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്ക് തന്നെ ഇങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നിന്ന് സ്വൈപ്പ് ചെയ്ത് നമുക്കിവിടെ നമ്മുടെ വേൾഡ് ക്ലോക്ക് കിട്ടും. ഇത് നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. പിന്നെ നമുക്ക് മ്യൂസിക്, പിന്നെ വെതർ, പിന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഫോണിൻ്റെ പിന്നെ ക്യാമറ ഷട്ടർ, പിന്നെ ബ്രീത്തിങ്, പിന്നെ അലാറം, പിന്നെ ഫൈൻ ഡിവൈസ്, പിന്നെ സ്റ്റോപ്പ് വാച്ച്, പിന്നെ സ്ട്രെസ്, പിന്നെ നോട്ടിഫിക്കേഷൻ, അതേക്കുള്ളൂ. പിന്നെ സൈഡിലേക്ക് വെച്ചാലും അതേപോലെ തന്നെ പിന്നിക്ക് പോകും. ഇതും ഒരു അടിപൊളി ഫീച്ചറാണ്. ഗിവ് അവേനെ പറ്റി പറയാച്ചാൽ നമ്മുടെ ഗിവ് അവേ വരുന്നുണ്ട് 500 സബ്സ്ക്രൈബേഴ്സിലാണ്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സിൽ ഒരു ഗിവ് അവേ നടത്തി, അതേപോലെ തന്നെ 300 നടത്തി. ഇനി നമ്മൾ 200 നടത്തുമെന്നറിയില്ല, 300 നടത്തി ഒരു ഗിവ് അവേ. നമ്മൾ എത്ര ഗിവ് അവേ ചെയ്തതായിരിക്കും? iPhone Xൻ്റെ ഒരു ഗിവ് അവേ, അതേപോലെ MI Band 3യുടെ ഒരു ഗിവ് അവേ. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 500 സബ്സ്ക്രൈബേഴ്സ് ഒരു അടിപൊളി ഗിവ് അവേ ആവും. അതിൻ്റെ ഇൻഫർമേഷൻ എന്താ പറയുക, എനിക്ക് ഒരു ആസ്ക് ഉണ്ട്. എങ്ങനെയാണ് ഗിവ് അവേയുടെ മീൻസ് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് കമൻറ്റ് ബിലോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സൊക്കെ യൂസ്ഫുൾ ആക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് എങ്ങനെയാണ് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളത് എങ്ങനത്തെ ടൈപ്പ്, എങ്ങനെ വല്ല നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ഉണ്ടോ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വല്ല ഇങ്ങനെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതേപോലെ വിന്നേഴ്സിന് 500 സബ്സ്ക്രൈബേഴ്സിൽ അടിപൊളി ഗിവ് അവേ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോത്തേക്ക് മാത്രമേ ഉള്ളൂ, അടിപൊളി വീഡിയോ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. എന്താ വെച്ചാൽ Mi Band 5ൻ്റെ വീഡിയോ എന്തായാലും വേഗം ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ വേറെ കുറേ വീഡിയോസ് ഇടയിൽ വന്നിട്ടാണ് ആ വീഡിയോസിനെ എനിക്കിത് കൂടുതൽ ലെങ്ത് അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടേക്ക് Mi Band 5ൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയായി. പിന്നെ നമ്മൾ കണ്ടില്ല മാഗ്നറ്റിക് ചാർജറാണ്, വേറൊരു കുഴപ്പങ്ങളൊന്നും. മാഗ്നറ്റിക് ചാർജർ നമ്മൾ ഇത്തിരി ഈസി ആയിട്ടാണ് നമ്മുടെ ബാൻഡ് ഇട്ടാലും നമുക്ക് ബാൻഡ് ഊരാണ്ട് വരെ നമുക്ക് അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് സാധനം നേരെ നമുക്ക് ചാർജ് ചെയ്യാൻ കുത്തി വയ്ക്കേണ്ടതാണ്. അതേപോലെ നമുക്കിത് വെച്ചിട്ട് നമുക്ക് നല്ല സ്ട്രോങ് ബാൻഡാണ് സാധനം. ഇങ്ങനെ കുത്താം, കണ്ടില്ലേ സാധനം നല്ല സ്ട്രോങ് ആണ് സാധനം. നമ്മൾ നന്നായിട്ട് കുളിക്കുന്ന സാധനം വീട്ടാ, നമ്മൾ നല്ല സ്ട്രോങ് ആണ് ഇതിൻ്റെ ബാൻഡ്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ വെറുതെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, അത് അവിടെ തന്നെ റിലീസാവും. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. Mi Band 4ഉം Mi Band 3ഉം അടിപൊളി ബാൻഡുകളാണോ. അതേപോലെ Mi Band 2 ഉണ്ടായെന്ന് തോന്നുന്നു, പക്ഷേ ഡിസ്പ്ലേ ഇല്ലായിരുന്നു. എല്ലാ Mi Band എനിക്ക് ബെസ്റ്റ് ഫിറ്റ്നസ് ബാൻഡിലേക്ക് എന്തായാലും ഇഷ്ടമായിട്ട് MI തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോത്തേക്ക് മാത്രമല്ല, വല്ല കാര്യങ്ങൾ ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബിലോ. ഇല്ലയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ തരാം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്താണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് വിന്നേഴ്സ് ഞങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരെ എല്ലാവരുടെയും ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ ഇട്ടാൽ ഗിവ് അവേസും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വല്ല ഫ്രണ്ട്സിന് ഫിറ്റ്നസ് ബാൻഡ് വല്ലതും മേടിക്കണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കണ്ട് അവർ ഡിസൈഡ് ചെയ്ത് അവർക്ക് ഏത് ബാൻഡ് വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ അതേപോലെ തന്നെ ഗിവ് അവേക്ക് വരും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.